വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എനർജി ടോക്ക് വിത്ത് EMC. അറിവിന് ഊർജം പകരാം. കേരളത്തിൻ്റെ പവറിൽ നമുക്ക് ഉൽപ്പാദനം വളരെ ഏകദേശം കുറവാണ്. അതിൻ്റെ ഇരട്ടി കൂടുതലാണ് ഉപഭോഗം. അതൊരു വലിയ ഗ്യാപ്പാണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് അതിൻ്റെ ഇരട്ടിയാണ്. അത് വേൾഡ് ലെവലിൽ ഇൻക്ലൂഡിങ് ആഫ്രിക്കയിലുള്ള അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ അതിലും വലിയ ഗ്യാപ്പാണ് നമുക്കുള്ളത്. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളത് കേരളത്തിൻ്റെ ആവശ്യം. എന്തുകൊണ്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം? നമ്മൾ എനർജിയിൽ റിലയൻ്റ് ആവാഞ്ഞാൽ, നമ്മൾ സ്വന്തമായി നിൽക്കാഞ്ഞാൽ, നാളെ ഒരു എനർജി ക്രൈസിസ് വന്നാൽ ഇപ്പം നമ്മൾ മേടിക്കുന്ന എനർജിയൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. വില കൂടും, പവർ കട്ട് വരും. ഇപ്പോൾ KSEB വളരെ നന്നായിട്ട് ഓടിക്കുന്നുണ്ട്. പവർ കട്ടില്ലാണ്ട് മേടിച്ചുകൊണ്ട് നമ്മൾ നന്നായി ചെയ്യുന്നുണ്ട്. KSEBയുടെ വളരെ വളരെ ശ്ലാഘനീയമായൊരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്ര കാലം നടത്താൻ പറ്റുമവർക്ക്? നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എത്ര കാലം മറ്റുള്ളവരിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് പ്രയാസമുള്ളൊരു കാര്യമാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് 4-5 ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ കാർബൺ ഉപയോഗിച്ചുള്ള ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കാം. രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഹൈഡ്രോ പവർ ജനറേഷൻ നടത്താം, സോളാർ നടത്താം, വിൻഡ് നടത്താം. കൂടാതെ ഇപ്പോൾ പറഞ്ഞ ന്യൂക്ലിയറിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ട്. പക്ഷെ ഒരു ക്യാച്ച് ഉണ്ട് ഇതിൽ. എന്താണ് ക്യാച്ച്? നമുക്ക് ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻ വന്നിരിക്കുകയാണ്. കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ട് അതിന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ 2030 1.5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മാത്രമേ ലോകത്തിലെ ടെമ്പറേച്ചർ കൂടാൻ പാടൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഈ കാർബൺ ഫ്യൂവൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയോ മില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് അതിൽ കൂടിപ്പോവും. ഈ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരൊന്നും ലോകത്തിൽ ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് കൊണ്ട് ഇല്ലാതാവാനുള്ള ചാൻസ് ഇത് വളരെ തമാശയിൽ കേൾക്കേണ്ട കേട്ടോ. ഇതിനൊരു സാധ്യതയുണ്ട്. ഇതിനു മുമ്പേ ഇപ്പോൾ നമ്മൾ ഹോമോസാപ്പിയൻസിന് മുമ്പ് നിയാണ്ടർതാൾ എന്ന് പറഞ്ഞൊരു മനുഷ്യവർഗം കംപ്ലീറ്റായി നശിച്ചു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം പറയണത് എൻവയറൺമെൻറ്റിൻ്റെ പ്രോബ്ലം കാരണമാണെന്നാണ് പറയണത്. അപ്പോൾ അത് വളരെ വിദൂരത്തല്ല നമ്മൾ കാണുന്നത്. ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ കേരളത്തിൻ്റെ പവറിൻ്റെ ഈ ഷോർട്ടേജിൻ്റെ ഗ്യാപ്പിലേക്ക് വരാനുള്ള മറ്റ് 4 എണ്ണം ഉള്ളത് ഹൈഡ്രോ, സോളാർ, വിൻഡ് ആൻഡ് ന്യൂക്ലിയർ ആണ്. ഹൈഡ്രോയിൽ നമുക്കിപ്പോൾ ചാൻസ് ഉള്ളത് 2 എണ്ണമാണ് ഇപ്പോൾ KSEB നോക്കുന്നത്. ഇടുക്കിയിലെയും ശബരിഗിരി പ്രോജക്റ്റാണ് മേജറായിട്ട് നോക്കുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയറിൽ 2 തരം റിയാക്ടേഴ്സാണ്. ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞ മാതിരി ലാർജ് റിയാക്ടേഴ്സ്, സ്മോൾ റിയാക്ടേഴ്സ്. എല്ലാ റിയാക്ടേഴ്സും വർക്ക് ചെയ്യുന്ന കോർ പ്രിൻസിപ്പിൾ ഒന്നാണ്. കോർ പ്രിൻസിപ്പിൾ അതിൽ ന്യൂക്ലിയർ ഫ്യൂവലുണ്ട്, കൂളൻ്റ് ഉണ്ട്, മോഡറേറ്റർ ഉണ്ട്, കൺട്രോളുണ്ട്. 10ാം തരക്കാർ വേറെ അറിയുന്നതാണ്. അതിൽ ഫ്യൂവൽ ഉണ്ടാക്കുന്നത് ഫിഷൻ കൊണ്ട്, ചെയിൻ റിയാക്ഷൻ കൊണ്ട് ടെമ്പറേച്ചർ ഉണ്ടാക്കും. കൂളൻ്റ് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അൺലിമിറ്റഡ് റിസോഴ്സാണ് ന്യൂക്ലിയറിലുള്ളത്. ഒരു റിയാക്ടറിന് എത്ര പവറാണ് ലിമിറ്റ് ചെയ്യണത്? ഇപ്പോൾ 1650 മെഗാവാട്ടുള്ള റിയാക്ടർ ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഉണ്ടാക്കാം. കൂളൻ്റ് എത്ര എക്സ്ട്രാക്ട് ചെയ്യാം അത്ര പവർ ന്യൂക്ലിയറിന് ഉണ്ടാക്കാൻ പറ്റും. അത്ര വലിയ റിയാക്ടർ ഉണ്ടാക്കാം. പക്ഷേ എന്തുകൊണ്ട് അത് ലിമിറ്റ് ചെയ്യണം? ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണില്ല. ഇപ്പോൾ ഒരുപാട് ന്യൂക്ലിയറിനെ പറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് പോകണില്ല. അപ്പോൾ നമ്മൾ SMRലേക്ക് പോകണം. ഇപ്പോൾ SMR ആണ് ഇപ്പോൾ പുതിയ ടോപ്പിക്ക് വന്നിരിക്കുന്നത്. SMR വളരെ ബ്യൂട്ടിഫുള്ളായ ടോപ്പിക്കാണ്. അതിനെപ്പറ്റി നമുക്ക് പറയാൻ 2 മണിക്കൂർ പറയണം. പക്ഷേ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് SMR വന്നു? SMR സ്മോൾ സൈസാണ്. സ്മോൾ സൈസ് ആകുമ്പോൾ എന്തുണ്ടാവും? അതിൻ്റെ കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറയും മാത്രമല്ല, അതിനെ മോഡുലർ ആയതുകൊണ്ട് ഫാക്ടറികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി കൺട്രോൾ ചെയ്ത് നമുക്ക് മാസ് സ്കെയിലുണ്ടാക്കി, ലാർജ് സ്കെയിലുണ്ടാക്കി സ്കെയിലബിലിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ലാർജ് നമ്പർ ഉണ്ടാക്കുമ്പോൾ ഷോർട്ടർ ടൈമിൽ നമുക്ക് റിയാക്ടർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ ഒരു നട്ട് ഷെല്ല് SMRനെ പറ്റി പറയാൻ കണ്ടിരിക്കുന്നത്. SMR ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന 200 മെഗാവാട്ട്, 55 മെഗാവാട്ട്, 5 മെഗാവാട്ടാണ്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്താണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ സേഫ്റ്റി? ന്യൂക്ലിയർ റിയാക്ടറിനെ പറ്റി പറയുമ്പോൾ ന്യൂക്ലിയർ റിയാക്ടർ സേഫാണോ അല്ലയോ എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയിലും ഇന്ന് വേൾഡിലും ഒരു വെൽ ഓർക്കസ്ട്രേറ്റഡ് ടീം വർക്ക് ചെയ്യുന്നത് ന്യൂക്ലിയറിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു എനർജി ഡിപ്പാർട്ട്മെൻറ്റിലും ഇത്രയും വെൽ ഓർക്കസ്ട്രേറ്റഡ് ടീം വർക്ക് ചെയ്യുന്നില്ല. അയാൾ പറഞ്ഞ മൈനിങ് മുതൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് വരെ ഒരു തരി വേസ്റ്റ് പോലും പബ്ലിക് ഡൊമൈനിൽ വരാത്ത ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്
സേഫ്റ്റിയുടെ കാര്യത്തിൽ 20% ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ന്യൂക്ലിയറാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൽ ഡിസൈൻ സ്റ്റേജ് മുതൽ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഡബിൾ കണ്ടെയ്ൻമെൻ്റ് ആണ്. എന്താ ഡബിൾ കണ്ടെയ്ൻമെൻറ്റ് പറഞ്ഞാൽ? ഒരു കണ്ടെയ്ൻമെൻറ്റ് റിഡൻഡൻസി എന്ന് പറയും. ഈ ഫെയിൽ സേഫ് മെക്കാനിസമാണ് അത്. എന്താ, 2 കണ്ടെയ്ൻമെൻറ്റ് ഉണ്ടാക്കുകയാണ്. ഒരു കണ്ടെയ്ൻമെൻറ്റിൻ്റെ മുകളിൽ മറ്റൊരു കണ്ടെയ്ൻമെൻറ്റ് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് പ്രഷറാണ്. ഒരു പാർട്ടിക്കിൾ പോലും പുറത്തുനിന്ന് ഉള്ളിലേക്കോ ഉള്ളിന്ന് പുറത്തേക്കോ പോവില്ല. ഉള്ളിന്ന് പുറത്തേക്ക് പോകാൻ പിന്നെ ചാൻസ് ഇല്ല, ഉള്ളിന്ന് പുറത്തേക്ക് പോകാൻ ചാൻസേ ഇല്ല ഈ നെഗറ്റീവ് പ്രഷർ കാരണം. അതുകൊണ്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ഒരു തരി പാർട്ടിക്കിൾ പോലും പുറത്തേക്ക് നോർമൽ ഓപ്പറേഷനിൽ പുറത്തേക്ക് വരില്ല. രണ്ടാമത് പാസീവ് സേഫ്റ്റി. എന്താണ് പാസീവ് സേഫ്റ്റി? ഒരു ന്യൂക്ലിയർ റിയാക്ടറിന് അഥവാ ഒരു സൈക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് ഷട്ട് ഡൗൺ ആകും. ഒരാളും വേണ്ട, വെളിച്ചം വേണ്ട, കറണ്ട് വേണ്ട, ഒന്നും വേണ്ട, അത് തന്നെ ഷട്ട് ഡൗൺ ആവും. ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കൂൾ ചെയ്യും. നാച്ചുറൽ കൂളിംഗ് കൊണ്ട് അത് നടക്കും. പമ്പ് പോയി, ഇലക്ട്രിസിറ്റി പോയി, ആൾ പോകണില്ല, 3 ദിവസം അവിടേക്ക് ആരും പോകാഞ്ഞാലും അത് കൂൾ ചെയ്തിട്ട്. ഇപ്പോൾ ഇത് ജനറേഷൻ 4നെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫുക്കുഷിമയിൽ അത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ജനറേഷൻ 4 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. പാസീവ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളത് ഒരു ഹൈബർനേറ്റ് ചെയ്ത പോലെ, ഹൈബർനേഷൻ എന്നുള്ള വാക്ക് തെറ്റാണ്, പക്ഷേ അതുപോലെ ആ ന്യൂക്ലിയർ റിയാക്ടർ അവിടെ കിടക്കും. പിന്നീട് നിങ്ങൾക്ക് പോയി റീസ്റ്റാർട്ട് ചെയ്യാം. പണ്ടൊരു ബജാജ് സ്കൂട്ടർ ആരോ ചിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ. ഇതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പ്രോട്ടോകോൾസ് ഉണ്ട്, ഒരുപാട് ചെക്ക് ലിസ്റ്റും മറ്റും ചെയ്തുകൊണ്ട് ചെയ്യേണ്ടിയിരിക്കും. എർത്ത്ക്വേക്സ്, സുനാമി, സൈക്ലോൺ എന്നീ എല്ലാ കാര്യങ്ങൾക്കും എല്ലാറ്റിനും സേഫ്റ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയുന്നത് ഒരേ ഒരു പവർ ജനറേഷൻ സിസ്റ്റം ന്യൂക്ലിയറാണ്. ഞാൻ എത്ര വേണിച്ചാൽ അതിനെപ്പറ്റി ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പക്ഷേ ന്യൂക്ലിയർ ഫെയിലിയർ ഉണ്ടായിട്ടില്ലേ, പ്രോബ്ലം ഇല്ലേ? ഉണ്ട്. അതിലേക്ക് നമ്മൾ വരാം. ഞാൻ വേറെയുണ്ട് കുറച്ചും കൂടി സേഫ്റ്റിയുടെ കാര്യങ്ങൾ പറയും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതിൻ്റെ ടൈം കുറവുകൊണ്ടാണ്. ഇനി SMRകൾ പറഞ്ഞാൽ തന്നെ SMRകൾ പല തരത്തിലുള്ള SMRകളുണ്ട്. ലൈറ്റ് വാട്ടർ റിയാക്ടർ, HTGR, MSR, അങ്ങനെ ഒരുപാടുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു SMR 200 മെഗാവാട്ടിൻ്റെയാണ്. ഇപ്പോൾ 220 മെഗാവാട്ടിനെ സ്കെയിൽ ഡൗൺ ചെയ്ത് നമ്മൾ 200 മെഗാവാട്ടാണ് PHWR ഉപയോഗിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നല്ലേ? ഓൺലൈൻ ഫ്യൂലിംഗ് ആണ്. റിയാക്ടർ ഓടുന്ന സമയത്ത് നമുക്ക് ഫ്യൂൽ ചെയ്യും, ഫ്യൂൽ ഔട്ട് ചെയ്യും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് റിയാക്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അതിന് ആ റിയാക്ടറിന് ഒരു എക്സ്ട്രാ സേഫ്റ്റി 2-3 ഉണ്ട്. അതിൻ്റെ വാട്ടർ ഇൻ കലണ്ടറിയ, അതിൻ്റെ ന്യൂട്രോൺ എക്കോണമി ഉണ്ട്, ഓൺലൈൻ ഫ്യൂലിംഗ് ഉണ്ട്, കലണ്ടറിയ വാൾട്ടിൽ വാട്ടർ ഉണ്ട്. സ്റ്റീം വന്നു കഴിഞ്ഞാൽ അതിനെ കൂൾ ചെയ്യാനുള്ള വേറെ അഡീഷണൽ ഫെസിലിറ്റികൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ക്വിക്കായിട്ട്, എന്താ വെച്ചാൽ സമയം 10 മിനിറ്റേ ഉള്ളൂ. ഡോക്ടർ വേണുപോലെ അതിന് സമയം തന്നില്ല. അതുകൊണ്ട് ഞാൻ വളരെ ക്വിക്കായിട്ട് പോവാണ്. നമുക്ക് റഷ്യയിലാണ് ഇപ്പോൾ ഒരു SMR ഉള്ളത്. റഷ്യൻ SMR ഉപയോഗിക്കണമെന്നല്ലേ ഒരു ഷിപ്പിൻ്റെ മുകളിലാണ് ഉപയോഗിക്കുന്നത്. ആ ഷിപ്പ് കൊണ്ട് ഈ SMR കൊണ്ടുപോയിട്ട് അവർ ഇതില്ലേ ഓഫ് ഷോർ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ 2 സ്ഥലങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. കോള ആൻഡ് ML എന്ന് പറഞ്ഞ ആർട്ടിക് റീജിയനിൽ കൊണ്ടുപോകണം. അത് സ്കെയിലബിലിറ്റി കൂട്ടിയിട്ട് അവർ 4-5 എണ്ണം ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യണ ഒരു SMR ആണത്. ഈസി പറഞ്ഞാൽ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും IAEA സർട്ടിഫൈ ചെയ്ത ഒരു SMR ആണത്. പിന്നെ 2-3 SMR ഉള്ളത് ചൈനയിലാണ്. നമ്മുടെ കാര്യം നോക്കേണ്ട കാര്യമാണ്. ചൈനയിൽ ലിങ്ലോങ് 1 എന്ന് പറഞ്ഞൊരു SMR ഉണ്ട്. TMSR LF എന്ന് പറഞ്ഞൊരു ഉണ്ട്. മോൾട്ടൺ സാൾട്ട് റിയാക്ടർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാൻ നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാൻ അടുത്ത റൗണ്ടിൽ പറ്റാണ് ചെയ്യുക. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞ് വളരെ ക്വിക്കായിട്ട് പറയാൻ പോവാണ്. എന്നുവെച്ചാൽ അയാൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉച്ച തിരിഞ്ഞിട്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ക്വിക്കായിട്ട് 2-3 കാര്യം പറയാം. ന്യൂക്ലിയറിൽ എന്താണ് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ അഡ്വാൻറ്റേജ് മിനിമം കാർബൺ ഫുട് പ്രിൻറ്റ്. എല്ലാ എനർജി സ്രോതസ്സുകളെക്കാട്ടിലും സോളാറിന് മാത്രമേ ന്യൂക്ലിയറിനോട് കമ്പീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കാർബൺ ഫുട് പ്രിൻറ്റ്. പിന്നെ പാർട്ടിക്കുലേറ്റ് എമിഷൻ തീരെ ഇല്ലാത്ത ഒരെണ്ണമാണ്. പാർട്ടിക്കുലേറ്റ് എമിഷൻ കൊണ്ട് ലോകത്തിലെ 20% ആൾക്കാർ ഇന്ന് കഷ്ടപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ. നിങ്ങൾ ഗൂഗിളൊന്നും ചെയ്താൽ അറിയാൻ പറ്റുന്നതാണ്. ഇന്ത്യയിൽ 25% പറയുന്നത് 15 വയസ്സിന് മേലുള്ളവർ. ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ പാർട്ടിക്കുലേറ്റ് എമിഷൻ ഫോർഗെറ്റ് അബൌട്ട് ഗ്രീൻ ഹൗസ് എമിഷൻ അല്ല, അത് വേറെ. ഇത് രണ്ടും നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക് കുറച്ച് കടുപ്പാവും. പക്ഷെ നമ്മളെ ഏതായാലും നല്ല കാര്യമല്ല ചെയ്യണമെന്നുള്ളത് വിചാരിച്ചോളൂ. പിന്നെന്താണ് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കാര്യം? കുട്ടി പറഞ്ഞു ബ്രീഡിങ്. നമ്മളൊരു റിയാക്ടർ 10 കൊല്ലം ഓപ്പറേറ്റ് ചെയ്താൽ വേറൊരു റിയാക്ടർ ഉണ്ടാക്കാനുള്ള ഫ്യൂൽ ഉണ്ടാക്കാൻ പറ്റും ന്യൂക്ലിയർ റിയാക്ടറിന് 2ാമത്തെ സ്റ്റേജിലും 3ാമത്തെ സ്റ്റേജിലും.
80 കൊല്ലം ഒരു റിയാക്ടർ കഴിഞ്ഞാൽ 8 റിയാക്ടർ ഉണ്ടാക്കാനുള്ള അതുണ്ട്. 2000 കൊല്ലം നമുക്ക് പോകാനുള്ള തോറിയം നമ്മുടെ കാലിൻ്റെ ചോട്ട് കിടക്കുകയാണ് കേരളത്തിൻ്റെ. നമ്മൾ അത് വിട്ടുകൊണ്ട് നമ്മൾ എനർജി ഇല്ല എന്ന് പറയുന്നതിൽ പ്രയാസം തോന്നുന്നുണ്ട് അവിടെ ഒന്നുകൊണ്ട്. പിന്നെന്താ അതിൻ്റെ ഫ്യൂവൽ അവൈലബിലിറ്റി, ഞാൻ പറഞ്ഞു തോറിയം അവൈലബിലിറ്റി ആണെന്ന് പറഞ്ഞു. ഏറ്റവും അതാണ് ഞാൻ KCBക്കാർ എന്താ അവിടെ ഇരിക്കാത്തത്, ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഫാക്ടർ ഉള്ളത് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയറിനാണ്. ഇന്റർനാഷണൽ എടുത്താലും ഇന്ത്യയിലെടുത്താലും ഒരു റിയാക്ടർ വളരെ കൂടുതലായി ഓടിയ ഒരു കൺട്രിയാണ് ഇവിടെ. ഇനി എഗെയിൻ KCBക്കാരോട് പറയാണ്, ബേസ് ലോഡ് നിങ്ങളുടെ ഏറ്റവും റിക്വയർമെൻ്റ് ആണ്. KCB ആണോ, നിങ്ങളാരും ഇല്ലല്ലേ? KCB ഇല്ല, എവിടെ ഇല്ല. KCB സംഘടിപ്പിക്കുന്നത് ആരും ഇല്ല എന്നുള്ളത് പ്രയാസം തോന്നുന്നുണ്ട്. എങ്ങനെയാലും ഒരു ബേസ് ലോഡ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ഗ്രിഡ് സ്റ്റെബിലിറ്റി. KCBക്കാരോട് പറയണേ, ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് കേൾക്കേണ്ട വെച്ചാൽ അവർ കേട്ടോട്ടെ. ഗ്രിഡ് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ന്യൂക്ലിയർ ആണ്. ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, പവർ ഇനേർഷ്യ, വോൾട്ടേജ് സ്റ്റെബിലിറ്റി, ഫോൾട്ട് റൈഡ് ത്രൂ. ഈ പവർ ഡിസ്ട്രിബ്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മനസ്സിലാവുന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ലോഡ് ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക് ഏറ്റവും കൂടുതലുള്ള ന്യൂക്ലിയറും കോളിനും പറ്റും, ലോഡ് ഫോളോയിങ്ങിന്. വലിയ ഹൈഡ്രോയിനും പറ്റും. പിന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് സേഫ്റ്റി. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സേഫ്റ്റി ഫോളോ ചെയ്യുന്നത് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ വേസ്റ്റ് എവിടെയെങ്കിലും വഴിയിൽ വലിച്ചെറിയുന്ന ആരെങ്കിലും നിങ്ങൾ കാണില്ല. എന്നുവെച്ചാൽ അത് അതിൻ്റെ ഉള്ളിലാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. വേണു പറഞ്ഞു, അതിന് വളരെ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു വെരി മച്ച്. Energy Talk with EMC, അറിവിന് ഊർജം പകരാം. Stay tuned for more updates and please subscribe our YouTube channel Energy Management Center Kerala. Thank you.